സോഷ്യൽ മീഡിയ ഒരു രാത്രി കൊണ്ട് ഒരാളെ ലോകം മുഴുവൻ ഫേമസ് ആക്കുന്ന കാലമാണിത്. സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു പെൺകുട്ടി ഒരു ഫോട്ടോയുടെ കരുത്തിൽ കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ വൈറലാവുകയും പിന്നീട് വാർത്തകളിൽ നിറയുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അത്തരത്തിൽ മഹാകുംഭമേളയിൽ മാല വിൽക്കുന്നതിനിടെ പകർത്തിയ ഒരു ചിത്രത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടിയാണ് മൊണാലിസ. ആ വൈറൽ ചിത്രങ്ങൾക്ക് ശേഷം രാജ്യത്തുടനീളം ശ്രദ്ധിക്കപ്പെട്ട ഈ യുവതി ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. മൊണാലിസയെ മലയാളിക്ക് പരിചയപ്പെടുത്താൻ വലിയൊരു ആമുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയത് ഈ വൈറൽ സുന്ദരിയുടെ വിവാഹമായിരുന്നു. എല്ലാവരും അത് അറിഞ്ഞു കാണും. വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചതോ കേരളത്തിലെ CPM പ്രതിനിധികൾ അടക്കമുള്ളവർ. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ മാല വിൽക്കുന്നതിനിടെ ഒരാൾ പകർത്തിയ ചിത്രങ്ങളിൽ നിന്നാണ് മോനി ബോസ്ല എന്ന മൊണാലിസ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആകർഷകമായ കണ്ണുകളുള്ള പെൺകുട്ടിക്ക് ആരാധകർ മൊണാലിസ എന്ന് പേരിട്ടു. പെട്ടെന്നുണ്ടായ പ്രശസ്തിയിൽ ആളുകൾ തിരിച്ചറിയാനും അനുവാദമില്ലാതെ ചിത്രങ്ങൾ പകർത്താനും ഒക്കെ തുടങ്ങിയപ്പോൾ മാല വിൽപ്പന നിർത്തി നാട്ടിലേക്ക് പോകേണ്ടി വന്നു അവൾക്ക്. എന്നാലും കേരളത്തിൽ ആ മൊണാലിസ എഫക്ട് കുറച്ചധികം കാലം നിന്നു. 7 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് ഇതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ മൊണാലിസയെ തേടിയെത്തിയത്. ഇവരുടെ റീൽസുകൾക്കെല്ലാം ലക്ഷക്കണക്കിന് കാഴ്ചക്കാരും. വൈറലായതിനെ തുടർന്ന് ഫെബ്രുവരിയിൽ ചെമ്മണ്ണൂർ ജുവല്ലേഴ്സിന്റെ ഷോറൂം ഉദ്ഘാടനത്തിന് മൊണാലിസ എത്തി. ഒടുവിൽ ഈ മൊണാലിസ വിവാഹത്തിനായി തെരഞ്ഞെടുത്തതും കേരളത്തെയാണ്. അതെ, ഗോഡ്സ് ഓൺ കൺട്രി. മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദ റിയൽ കേരള സ്റ്റോറി. പ്രണയം വീട്ടുകാർ എതിർത്തതോടെ അഭയം തേടിയാണ് മൊണാലിസ കേരളത്തിലെത്തിയത്. തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് മൊണാലിസ എത്തിയത്. പൂവാറിനടുത്ത് അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. വരൻ മഹാരാഷ്ട്ര സ്വദേശി ഫർമാൻ ഖാൻ. മൊണാലിസ ബോസ്ല അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വിഴിഞ്ഞം പൂവാറിൽ വെച്ച് നടന്നിരുന്നു. ഈ ചിത്രത്തിലെ തന്നെ പ്രതിനായകനായ യുവാവുമായി ഇവർ പ്രണയത്തിലായി. വീട്ടുകാർ ഇത് എതിർത്തതോടെയാണ് ഇരുവരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സംരക്ഷണം തേടിയെത്തിയത്. മൊണാലിസ ബോസ്ലയും യുവാവുമായുള്ള ബന്ധത്തോട് യുവതിയുടെ പിതാവടക്കമുള്ള ബന്ധുക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മൊണാലിസ ബോസ്ലയെ ബന്ധുവായ മറ്റൊരു യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു രക്ഷിതാക്കളുടെ ആവശ്യം. 18 വയസ്സ് പൂർത്തിയായതിനാൽ യുവതിക്ക് അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിക്കൊപ്പം ജീവിക്കാമെന്ന് പോലീസ് ബന്ധുക്കളെ അറിയിച്ചു. ഇവരുടെ വിവാഹം ഉത്തർപ്രദേശിലെ ഗ്രാമത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മൊണാലിസയുടെ കുടുംബവും ഈ ബന്ധത്തെ എതിർത്തിരുന്നെങ്കിലും അവർ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വിവാഹത്തെ തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തമ്മിലുള്ള ഈ ബന്ധം ഭാവിയിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് ഫർമാന്റെ പിതാവ് ജാഫർ അലി പരസ്യമായി പറഞ്ഞത്. മകന്റെ വിവാഹത്തെക്കുറിച്ച് കുടുംബത്തിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളിൽ ഒരു വിഭാഗം ഇവരുടെ വിവാഹത്തെ സപ്പോർട്ട് ചെയ്തപ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ വിമർശിക്കാനും മടി കാട്ടിയില്ല. എതിർക്കുന്നവരുടെ പ്രധാന പ്രശ്നം ഇരുവരുടെയും മതമാണ്. ഹിന്ദു യുവതിയും മുസ്ലിം യുവാവും തമ്മിൽ വിവാഹിതരായാൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നിലനിൽക്കില്ലെന്ന അൺസർട്ടിഫൈഡ് അഡ്വക്കേറ്റ്സിന്റെ വാദങ്ങൾ വരെ വന്നു. അവരുടെ വിവാഹം ലവ് ജിഹാദ് ആണെന്ന് പറഞ്ഞവരും കേരളത്തിലുണ്ട്. അവർ നിരത്തുന്ന പ്രധാന വാദങ്ങൾ മൊണാലിസയ്ക്ക് 18 വയസ്സായില്ല എന്നതാണ്. എന്നാൽ തങ്ങളുടെ പ്രണയം ലവ് ജിഹാദ് ആണെന്ന ആരോപണങ്ങൾ ഇരുവരും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. സ്വന്തം ഇഷ്ടപ്രകാരം ഫർമാനെ വിവാഹം ചെയ്തതെന്ന് വ്യക്തമാക്കിയ മൊണാലിസ വിവാഹം നടത്താൻ സഹായിച്ച സംസ്ഥാന സർക്കാരിന് നന്ദി അറിയിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും വ്യാജ പ്രചാരണങ്ങൾക്ക് മറുപടി കൊടുത്തത്. തങ്ങളോട് ആരും മതം മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും താൻ ഹിന്ദുവായും ഫർമാൻ മുസ്ലിമായും തന്നെ തുടരുമെന്നും മൊണാലിസ പറയുന്നുണ്ട്. മധ്യപ്രദേശിലെ പത്രങ്ങളിലെല്ലാം ഫർമാന്റെയും തന്റെയും വിവാഹത്തെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും സ്നേഹത്തിന് മതം മാറേണ്ട ആവശ്യമില്ലെന്നും മൊണാലിസ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങൾ തങ്ങൾക്ക് നൽകിയ പിന്തുണയിൽ ഏറെ സന്തോഷമുണ്ടെന്നും കേരളം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ഥിരതാമസമാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും മൊണാലിസ പറയുന്നുണ്ട്. കേരളത്തിലെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തെയും ഇരുവരും പ്രശംസിച്ചു. വൈറൽ ചിത്രത്തിൽ നിന്ന് ആരംഭിച്ച മൊണാലിസയുടെ ജീവിതകഥ ഇപ്പോൾ പ്രണയവും വിവാദവും നിറഞ്ഞ പുതിയ വഴിയിലേക്ക് കടന്നിരിക്കുകയാണ്. മതം, രാഷ്ട്രീയം, സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളെല്ലാം ചേർന്നാണ്
ഈ വിവാഹം വലിയ ചർച്ചയായത്. എന്നാൽ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നിട്ടും സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മോണോലിസിയും ഫർമാനും. സ്നേഹത്തിന് മതപരമായി അതിരുകളില്ലെന്നും പരസ്പരം ഒരാളുടെ വിശ്വാസത്തെയും ജീവിതത്തെയും മാനിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട്.